എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്ന ഇൻട്രാഡേ സ്റ്റോക്ക് സെലക്ഷൻ വീഡിയോ ആണിത്. നമ്മുടെ വീഡിയോ വഴി എല്ലാ ദിവസവും രാവിലെ 4 ഇൻട്രാഡേ സ്റ്റോക്കുകൾ സെലക്ഷൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി, ഒരു 2-3 ദിവസമായി മാർക്കറ്റിൻ്റെ സ്റ്റോക്കുകളൊന്നും മുകളിലേക്ക് വരാനുള്ള മടിയും എല്ലാം കൂടെ 4 എണ്ണം കൊടുക്കുമ്പോൾ 2 എണ്ണമൊക്കെയാണ് ടാർഗറ്റ് ഹിറ്റാകാറുള്ളൂ. എന്നിരുന്നാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്ന തരത്തിലുള്ള എൻട്രികൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. US മാർക്കറ്റ് S&P ഇന്നലെ 120 പോയിൻറ്റോളം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നാസ്ഡാഖാണ് ഏകദേശം 500 പോയിൻറ്റോളം പോസിറ്റീവിലാണ്. ഡോ ജോൺസ് മാത്രമാണ് ഒരു ചെറിയ ഒരു മൈനസിൽ, ഏകദേശം ഒരു 6 പോയിൻറ്റ്, അത് കാര്യമില്ല. അതേപോലെ യൂറോപ്യൻ മാർക്കറ്റ്സ് ഒരു 2 എണ്ണം ചെറിയൊരു നെഗറ്റീവിലും 1 എണ്ണം പോസിറ്റീവിലുമാണ്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി 254 പോയിൻറ്റോളം ഇന്ന് പോസിറ്റീവിലാണ്. നമുക്ക് 9-ാം തീയതി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഗ്യാപ്പ് അപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നിക്കിയും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവിലാണ്. മറ്റെല്ലാം തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ബെയറിഷ് മോഡാണെങ്കിലും കൂടി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 24,120 24,100 സ്ട്രോങ് സപ്പോർട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 24,150 ഒരു ചെറിയ റെസിസ്റ്റൻസ്. പക്ഷേ ഇന്നിപ്പോൾ ഒരു 200 പോയിൻറ്റിന് ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെങ്കിൽ 24,100 24,300 24,300 24,250 24,200 ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഓപ്പണോട് കൂടിയിട്ട് മാർക്കറ്റ് ഏത് രീതിയിലാണ് ട്രേഡ് ആവുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമുക്ക് ഓപ്പൺ. ഇന്നലെ കൊടുത്ത ഒരു 4 സ്റ്റോക്കുകളിൽ ബാൽറാം ചിനി ആദ്യത്തെ ഒരു ബൈ എൻട്രി ആയിരുന്നു. നമുക്ക് 494 ബൈ എൻട്രി പറഞ്ഞു. 491 സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരുന്നത്. സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത് 495 നമുക്ക് 494 എൻട്രി ഉള്ളത്. 495 ഓപ്പൺ ചെയ്തതിന് ശേഷം 450 499 75 വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 494 കറക്റ്റായിട്ട് നമുക്കതിൽ എൻട്രി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയണമെങ്കിൽ ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ നോക്കണം. 9:15 ഓപ്പൺ ചെയ്തു, 494.75 ഓപ്പൺ ചെയ്തു, 487.25 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിലൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് 497 496.50, സെക്കൻഡ് ടാർഗറ്റ് 499. നമുക്കത് 2 ടാർഗറ്റും അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബാൽറാം ചിനിയിൽ. അടുത്തത് PEL ആണ്, പിരാമൽ എൻ്റർപ്രൈസസ്. പിരാമൽ എൻ്റർപ്രൈസസിൽ നമുക്ക് ബൈ എൻട്രിയും സെൽ എൻട്രിയും ഉണ്ടായിരുന്നു. സെൽ എൻട്രിയുടെ നമുക്ക് 971 ഒരു സെൽ എൻട്രി പറഞ്ഞു. 971 നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഇന്നലെ നല്ല ഒരു ഫാളാണ്. 938 വരെ വന്നിട്ടുണ്ട്. ഇന്നലെ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ഏകദേശം 39-40 പോയിൻറ്റോളം ഡൗൺ സൈഡിലേക്ക് വന്നു. നമുക്കതിൽ എല്ലാ ടാർഗറ്റും അച്ചീവ് ചെയ്യുക മാത്രമല്ല, സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻസ് ചെയ്യുന്നവർക്ക് നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് പ്രാജ് ഇന്ത്യയാണ്. പ്രാജ് ഇന്ത്യയിൽ 680 ഒരു എൻട്രി പറഞ്ഞത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 678 അതിനുശേഷം 695 വരെ പോയിട്ടുണ്ട്. നമുക്ക് 686 സെക്കൻഡ് ടാർഗറ്റ്. നമുക്കതിലും ഇന്നലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് സൺ ടി വി ആണ്. സൺ ടി വിയിൽ നമുക്ക് ഇന്നലെ 891 പറഞ്ഞത്. നമുക്കതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആദ്യത്തെ സ്റ്റോക്ക് സൺ ടി വി തന്നെ സെലക്ട് ചെയ്യാം. ഇന്നലെ പറഞ്ഞ രൂപത്തിൽ 891 എൻട്രി കൊടുക്കാം. 891 എൻട്രി, 887 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 895 897 എന്നിങ്ങനെ ടാർഗറ്റും വയ്ക്കാവുന്നതാണ്. അടുത്തത് DCM ശ്രീറാമാണ്. അടുത്തത് DCM ശ്രീറാം. $1190 നമുക്കൊരു
ബൈ എൻട്രി പോസിബിളാണ്. 1180 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1199, 1209 എന്നിങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഡേ ക്യാൻഡിലാണിത്. ഡേ ക്യാൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് പരമാവധി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ജൂബിലി ഫുഡാണ്. ജൂബിലി ഫുഡിൽ 859 ഒരു എൻട്രി പോസിബിളാണ്. 859 ബൈ എൻട്രി. 885 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 864, 868 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണുള്ളത്. നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ജൂബിലി ഫുഡിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അടുത്തത് എമാമിയാണ്. ഇമാമി ലിമിറ്റഡ്. ഒരു റെസിസ്റ്റൻസ് സോണിൽ തന്നെയാണുള്ളത്. മാത്രമല്ല ഇവിടെ ഒരു ട്രെൻഡ് ഉള്ളതുകൊണ്ട് ഇതിനെ ഇന്ന് ടച്ച് ചെയ്യാൻ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ 788 ഒരു ബൈ എൻട്രി പോസിബിളാണ്. നമുക്ക് 784 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അതേപോലെ 792 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. സെക്കൻഡ് ടാർഗറ്റ് 794. ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി പ്രോഫിറ്റ്, അതായത് ഈ ട്രെൻഡ് ലൈന് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരമാവധി പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ 4 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്ത് പൂർണ്ണ ബോധ്യത്തോടു കൂടി എടുക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. മറ്റ് യാതൊരുവിധ ട്രേഡിംഗ് റെക്കമെൻഡേഷനും ഞങ്ങൾ കൊടുക്കുന്നില്ല. പഠനാവശ്യത്തിന് മാത്രം ചെയ്യുന്നു. സ്റ്റോക്കുകൾ സജഷൻ ചെയ്യുന്നു. നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയോടുകൂടി നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ പഠിച്ച ആ ഒരു നോളേജ് വെച്ച് ട്രേഡ് ചെയ്യുക. ആരുടെയും കയ്യിൽ പണം ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കരുത്. ഇന്നലെയും ഒരു മെമ്പർ നമ്മുടെ പേഴ്സണിൽ വന്നിട്ട് പറഞ്ഞു, ഹാൻഡ്ലിങ് ചെയ്യാൻ കൊടുത്തു പൈസ അത് പോയി എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പണമായോ അല്ലെങ്കിൽ അക്കൗണ്ട് മുഖേനയോ ആർക്കെങ്കിലും, ഇന്നിപ്പോൾ ഡിജിറ്റലാണെങ്കിലും കറൻസി ആണെങ്കിലും എല്ലാം പണം തന്നെയല്ലേ. അതുകൊണ്ട് ഹാൻഡ്ലിങ് ചെയ്യാനോ അതുപോലെ മറ്റു ഏതെങ്കിലും വഴിക്കോ ഒരാളുടെ കയ്യിലേക്ക് പണം എത്തിയാൽ അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയാൽ അത് പിന്നെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു കളഞ്ഞുപോയി എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് എല്ലാവരും കെയർ ആയിരിക്കുക, സേഫ് ആയിരിക്കുക. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.